ഹലോ നമസ്കാരം കൂട്ടുകാരെ. നമ്മൾ പ്രീവിയസ് ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് അനലൈസ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ ഇനി വരുന്ന യൂണിവേഴ്സിറ്റി എൽ ജി എസ് മെയിൻസ്, എൽ ഡി സി, എൽ പി യു പി, സി പി ഒ, ഡബ്ല്യു സി പി ഒ, സിവിൽ പോലീസ് ഓഫീസർ പോലുള്ള എല്ലാ തസ്തികകളിലേക്കും തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ക്വസ്റ്റ്യൻ പേപ്പേഴ്സാണ് ഇത്. ഓക്കെ, അപ്പോൾ നമ്മൾ പി വൈ ക്യു എത്രത്തോളം പഠിക്കുന്നു അത്രയും റാങ്ക് നമ്മളെ മുന്നിലെത്താനുള്ള സാധ്യത കണ്ടുകൊണ്ട് നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പറിലോട്ട് കടക്കുകയാണ്. നോക്കാം. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യം ഏതാണ്? ചുവടെ ചേർത്തിട്ടുള്ളവയിൽ ഇന്ത്യയേക്കാൾ വലിപ്പമുള്ള രാജ്യമാണ് ബ്രസീൽ. കാരണം ബ്രസീൽ ലോകരാജ്യങ്ങളുടെ വലുപ്പത്തിൽ 5ാം സ്ഥാനത്ത്, ഇന്ത്യ ആണെങ്കിൽ 7ാം സ്ഥാനത്തുമാണ് ഉള്ളത്. ക്ലിയർ അല്ലേ? അടുത്തത്, ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി 8 ഡിഗ്രി 4 മിനിറ്റ് നോർത്ത്, 37 ഡിഗ്രി 6 മിനിറ്റ് നോർത്ത്. ശരിയല്ലേ? 8 ഡിഗ്രി 4 മിനിറ്റ് വടക്കനും 37 ഡിഗ്രി 6 മിനിറ്റ് വടക്കനും ആണ് ഇന്ത്യയുടെ അക്ഷാംശ വ്യാപ്തി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഏത്? ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി ഡക്കാൻ പീഠഭൂമി. അടുത്തത്, ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം. ഹിൽ സ്റ്റേഷനുകളുടെ രാജകുമാരി എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രമാണ് കൊടൈക്കനാൽ. എന്നാൽ ഹിൽ സ്റ്റേഷനുകളുടെ റാണി എന്നറിയപ്പെടുന്നത് ആരാണ്? മുസോറിയാണ്, മുസോറി. അടുത്തത്, ബംഗാൾ ഉൾക്കടൽ നദീവ്യൂഹത്തിൽ ഉൾപ്പെടാത്ത നദി ഏത്? നോക്കൂ, ബംഗാൾ ഉൾക്കടലിൽ പതിക്കാത്ത നദി ഏതാണ് എന്നാണ് ചോദിക്കുന്നത്. ഏതാണ്? നർമ്മദയാണ്. കാരണം നർമ്മദ പടിഞ്ഞാറോട്ടാണ് ഒഴുകുന്നത്, അറബിക്കടലിലെത്തുന്നു. എന്നാൽ കൃഷ്ണ, കാവേരി, മഹാനദി എന്നിവ എന്താണ്? കിഴക്കോട്ട് സഞ്ചരിച്ച് ബംഗാൾ ഉൾക്കടലിൽ എത്തുന്നു. ക്ലിയർ അല്ലേ? അടുത്ത, ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന എയർപോർട്ടായ ലേ ഏത് നദിക്കരയിലാണ്? നോക്കൂ, ലേയെ ചുറ്റി ഒഴുകുന്ന ഒരു നദിയുണ്ടല്ലോ, ഏതാണത്? സിന്ധു ആണ് അല്ലേ? സിന്ധു ആണ്. സിന്ധു നദിക്കരയിലാണ് ലേ പട്ടണം സ്ഥിതി ചെയ്യുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, മൺസൂൺ എന്ന വാക്ക് ഏതു ഭാഷയിൽ നിന്ന് എടുത്തതാണ്? മൺസൂൺ എന്ന വാക്ക് മൗസിം എന്ന അറബ് വാക്കിൽ നിന്നാണ് മൺസൂൺ എന്ന വാക്ക് ഉണ്ടായത്. അടുത്തത്, കാൽബൈ ശാഖി എന്നത് എന്താണ്? കാൽബൈ ശാഖി എന്നത് കാറ്റാണ്. കാൽബൈ ശാഖി എന്നത് കാറ്റാണ്. ഉത്തരേന്ത്യയിൽ വീശുന്ന കാറ്റാണ് ഇത് കാൽബൈ ശാഖി. ക്ലിയർ അല്ലേ? അടുത്തത്, അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഏതു മൃഗത്തിന് പ്രസിദ്ധമാണ്? അസമിലെ കാസിരംഗ ദേശീയോദ്യാനം ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗം. ഏതാണ്? ഒറ്റക്കൊമ്പൻ കാണ്ടാമൃഗത്തിന് പ്രസിദ്ധമാണ്. ഏത്? എന്താ പറയുക, ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനം. ആസാമിലെ കാസിരംഗ ദേശീയോദ്യാനം. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനമാണ് ജിം കോർബറ്റ് നാഷണൽ പാർക്ക് അല്ലേ? ജിം കോർബറ്റ് നാഷണൽ പാർക്ക് 1936 ഇന്ത്യയിൽ ആദ്യമായിട്ടൊരു ദേശീയോദ്യാനം നിലവിൽ വരുന്നത്. ഓക്കെ, ഈ ജിം കോർബറ്റ് നാഷണൽ പാർക്കിൻ്റെ മറ്റൊരു പേരാണ് ഹെയ്ലി നാഷണൽ പാർക്ക്. എന്താണ്? ഹെയ്ലി നാഷണൽ പാർക്ക് എന്നും രാംഗംഗ എന്ന പേരുകളിൽ അറിയപ്പെടുന്ന ദേശീയ ഉദ്യാനമാണ് ജിം കോർബറ്റ്. ക്ലിയർ ആണോ? ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനം ഏത്? ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയോദ്യാനം ജിം കോർബറ്റ്. അങ്ങനെയാണെങ്കിൽ ഇന്ത്യയിലെ ഏറ്റവും വലിയ ദേശീയോദ്യാനമാണ് ഹെമിസ് നാഷണൽ പാർക്ക്, ജമ്മു കാശ്മീർ. ജമ്മു കാശ്മീരിലുള്ള ഹെമിസ് നാഷണൽ പാർക്ക്. ക്ലിയർ ആണോ? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം ഏത്? ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനമാണ് കാഞ്ചൻജംഗ ദേശീയോദ്യാനം. ഏതാണ്? കാഞ്ചൻജംഗ ദേശീയോദ്യാനമാണ് ഇന്ത്യയിലെ ഏറ്റവും ഉയരത്തിലുള്ള ദേശീയോദ്യാനം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, യൂറോപ്പിൽ നിന്ന് ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാര്? യൂറോപ്പിൽ നിന്നും ഇന്ത്യയിലേക്കുള്ള നാവിക മാർഗം കണ്ടെത്തുക എന്ന ലക്ഷ്യത്തോടെ ഇന്ത്യയിലെത്തിയ പോർച്ചുഗീസ് നാവികനാണ് വാസ്കോഡ ഗാമ. ആരാണ്? വാസ്കോഡ ഗാമ. ഏത് വർഷമാണ് കേരളത്തിലെത്തിയത്? 1498 മെയ് 20 അല്ലേ? കടൽ മാർഗം എത്തിയ ആദ്യ പോർച്ചുഗീസുകാരനാണ് ആര്? വാസ്കോഡ ഗാമ. കൊല്ലവർഷമാണെങ്കിൽ 673 ഇടവം 9. 673 ഇടവം 9. വാസ്കോഡ ഗാമ രണ്ടാമതായി കേരളത്തിലെത്തിയത് 1502. മൂന്നാമതായി കേരളം സന്ദർശിച്ചത് 1524. വാസ്കോഡ ഗാമ അന്തരിച്ച് മൂന്നാമതായി എത്തിയ സമയത്താണ് 1524 ഡിസംബർ 24. അദ്ദേഹത്തിൻ്റെ ഭൗതിക ശരീരം അടക്കം ചെയ്തത് എവിടെയാണ്? സെൻറ്റ് ഫ്രാൻസിസ് പള്ളി, കൊച്ചിയിലാണ് അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഝാൻസി റാണി വീരമൃത്യു വരിച്ച വർഷം. ഝാൻസി റാണി വീരമൃത്യു വരിച്ചത് 1858. 1858. ഝാൻസി റാണിയുടെ കാലഘട്ടം എന്ന് പറയുന്നത് 1828 ടു 1858. മനുഭായ്, മണികർണിക, ചബേലി, മനു എന്നിങ്ങനെ പേരുകളിൽ അറിയപ്പെട്ടത് ആരാണ്? ഝാൻസി റാണിയാണ്. ഝാൻസി റാണിയുടെ കുതിരകളാണ് സാരംഗി, ബാദൽ എന്നിവ. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ,
ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? ഏത് ഗവർണർ ജനറലിന്റെ കാലത്താണ് ബനാറസ് ഉടമ്പടി ഒപ്പുവെച്ചത്? വാറൻ ഹേസ്റ്റിംഗ്. ആരുടെ കാലത്താണ്? വാറൻ ഹേസ്റ്റിംഗിന്റെ കാലത്താണ്. വാറൻ ഹേസ്റ്റിംഗിന്റെ കാലഘട്ടം 1772 ടു 1785. 1773 റെഗുലേറ്റിംഗ് ആക്ട് പ്രകാരം നിയമിതനായ ആദ്യ ഗവർണറാണ് ആര്? വാറൻ ഹേസ്റ്റിംഗ്. ക്ലിയർ ആണോ? ദ്വിഭരണം റദ്ദ് ചെയ്തത് ആരാണ്? വാറൻ ഹേസ്റ്റിംഗ് ആണ്. ബംഗാളിലെ ആദ്യ ഗവർണർ ജനറൽ ആയിരുന്നു ആര്? വാറൻ ഹേസ്റ്റിംഗ്. ക്വിൻക്വിനൈൽ സമ്പ്രദായം ആരംഭിച്ച ഗവർണർ ജനറൽ ആണ് ആര്? വാറൻ ഹേസ്റ്റിംഗ്. ക്ലിയർ ആണോ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനമേത്? ഇന്ത്യയുടെ മത സാമൂഹിക പരിഷ്കരണ രംഗത്ത് ഏറ്റവും കൂടുതൽ സംഭാവന അർപ്പിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം. ഏതാണ്? ബ്രഹ്മസമാജം. ആരാണ് ബ്രഹ്മസമാജം സ്ഥാപിച്ചത്? രാജാറാം മോഹൻ റോയ് 1828 ഓഗസ്റ്റ് 20 സ്ഥാപിച്ച പ്രസ്ഥാനമാണ് ബ്രഹ്മസമാജം. ക്ലിയർ ആണോ? ബ്രഹ്മസമാജം ആദ്യകാലങ്ങളിൽ അറിയപ്പെട്ടിരുന്ന പേര് ബ്രഹ്മസഭ എന്നാണ്. 1866 ബ്രഹ്മസമാജം രണ്ടായി പിരിഞ്ഞു. ആദ്യ ബ്രഹ്മസമാജം എന്നും ഭാരതീയ ബ്രഹ്മസമാജം എന്നും. ക്ലിയർ അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഏതു വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? ഏത് വർഷമാണ് ആത്മീയ സഭ രൂപീകരിച്ചത്? 1815. 1815. ആരാണ് ആത്മീയ സഭ സ്ഥാപിച്ചത്? രാജാറാം മോഹൻ റോയ്. ആരാണ് ആത്മീയ സഭ സ്ഥാപിച്ചത്? രാജാറാം മോഹൻ റോയ്. ബംഗാളിലെ കൊൽക്കത്ത ആസ്ഥാനമാക്കിയാണ് ആത്മീയ സഭ സ്ഥാപിച്ചത്. ക്ലിയർ ആണോ? അടുത്തത്. പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രി ആര്? പഞ്ചശീല തത്വങ്ങളിൽ ഒപ്പുവെച്ച ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് ജവഹർലാൽ നെഹ്റു. ആരാണ്? ജവഹർലാൽ നെഹ്റു. ഏത് വർഷമാണ് പഞ്ചശീല തത്വത്തിൽ ഒപ്പുവെച്ചത്? 1954 ഏപ്രിൽ 29. 1954 ഏപ്രിൽ 29 ഇന്ത്യൻ പ്രധാനമന്ത്രി ജവഹർലാൽ നെഹ്റുവും ചൈനീസ് പ്രസിഡന്റ് ആയിരുന്ന ചൗ എൻ ലായും ചേർന്ന് പഞ്ചശീല തത്വം ഒപ്പുവെച്ചത്. അടുത്ത ക്വസ്റ്റ്യൻ. പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിൽ അധ്യക്ഷത വഹിച്ചതാര്? പയ്യന്നൂരിൽ നടന്ന, പയ്യന്നൂർ എവിടെയാണ്? കണ്ണൂർ അല്ലേ? കണ്ണൂർ പയ്യന്നൂരിൽ നടന്ന 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനത്തിന്റെ അധ്യക്ഷത വഹിച്ചത് ആരാണ്? ജവഹർലാൽ നെഹ്റു. 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത് 1928. 1928 4ാം അഖില കേരള രാഷ്ട്രീയ സമ്മേളനം നടന്നത്. അങ്ങനെയെങ്കിൽ 1ാം കേരള പ്രദേശ് കോൺഗ്രസ് സമ്മേളനം നടന്നത് 1921. 1ാം KPCC സമ്മേളനം നടന്നത് എപ്പോഴാണ്? 1921. എവിടെ വെച്ചായിരുന്നു? ഒറ്റപ്പാലമായിരുന്നു വേദി. ഒറ്റപ്പാലമായിരുന്നു വേദി. അതിൻ്റെ അധ്യക്ഷൻ ആരായിരുന്നു? ടി പ്രകാശം. 1ാം KPCC സമ്മേളനത്തിന്റെ അധ്യക്ഷൻ ടി പ്രകാശം. അങ്ങനെയെങ്കിൽ 2ാം KPCC സമ്മേളനം നടന്നത് പാലക്കാട് വെച്ചാണ് 1923. 2ാം KPCC സമ്മേളനത്തിന്റെ വേദി പാലക്കാട് 1923. അതിൻ്റെ അധ്യക്ഷ സരോജിനി നായിഡു. ആരായിരുന്നു? സരോജിനി നായിഡു ആയിരുന്നു അധ്യക്ഷ. INC-യുടെ മഞ്ചേരി സമ്മേളനം നടന്നത് 1920. 1920. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹം ഏത്? ഗാന്ധിജി ഇന്ത്യയിൽ നടത്തിയ ആദ്യ സത്യാഗ്രഹമാണ് ചമ്പാരൻ സത്യാഗ്രഹം. 1917 ചമ്പാരൻ സത്യാഗ്രഹം. ചമ്പാരൻ എന്ന പ്രദേശം കാണപ്പെടുന്ന സംസ്ഥാനം ഏതാണ്? ബീഹാറാണ്. ചമ്പാരൻ എവിടെയാണ്? ബീഹാറിലാണ്. എവിടെയാണ്? ബീഹാറിലാണ്. നീലം തോട്ടങ്ങളിലെ കർഷകരെ ബ്രിട്ടീഷുകാർ ചൂഷണം ചെയ്യുന്നതിനെ തുടർന്ന് നടത്തിയ പ്രക്ഷോഭമാണ് ചമ്പാരൻ പ്രക്ഷോഭം. അങ്ങനെയെങ്കിൽ ഗാന്ധിജിയുടെ ഇന്ത്യയിലെ ആദ്യത്തെ നിരാഹാര സമരമാണ് അഹമ്മദാബാദ് മില്ല് സമരം. നിരാഹാര സമരം ഏതാണ്? അഹമ്മദാബാദ് മില്ല് സമരം 1918. 1918. ഗാന്ധിജിയുടെ ദേശീയ തലത്തിലുള്ള ആദ്യ ബഹുജന പ്രക്ഷോഭമാണ് നിസ്സഹരണ പ്രസ്ഥാനം. എന്താണ്? നിസ്സഹരണ സമരം ഏതായിരുന്നു? ഗാന്ധിജിയുടെ ദേശീയ തലത്തിലുള്ള ആദ്യ ബഹുജന പ്രക്ഷോഭമായിരുന്നു. നിസ്സഹരണ പ്രസ്ഥാനം നിലവിൽ വന്നത് ഏത് വർഷമാണ്? 1920 അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യയിലെ ആദ്യത്തെ ഉപരാഷ്ട്രപതിയാണ് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ആരാണ്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. ഇന്ത്യയുടെ 2ാമത്തെ പ്രസിഡന്റ് അല്ലെ? ഇന്ത്യയുടെ 2ാമത്തെ രാഷ്ട്രപതിയായിരുന്നു അദ്ദേഹം. 1962 മുതൽ 1967 വരെ ഇന്ത്യൻ രാഷ്ട്രപതിയായിരുന്ന വ്യക്തി. ക്ലിയർ ആണോ? ഓക്കെ,
രാഷ്ട്രപതിയാകുന്ന ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ കൂടിയാണ് ആര്? ഡോക്ടർ എസ് രാധാകൃഷ്ണൻ. രാഷ്ട്രപതിയാകുന്ന ആദ്യ ദക്ഷിണേന്ത്യക്കാരൻ. അടുത്തത്, ഒരു സംസ്ഥാനത്തെ ഗവർണർ ആയതിനു ശേഷം പ്രസിഡന്റായ ആദ്യ വ്യക്തി ആദ്യ വ്യക്തിയാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന ആദ്യത്തെ മുസ്ലിമാണ് ഡോക്ടർ സക്കീർ ഹുസൈൻ. ഇന്ത്യയുടെ രാഷ്ട്രപതിയാകുന്ന ആദ്യത്തെ മുസ്ലിം, ഏറ്റവും കുറച്ചുകാലം രാഷ്ട്രപതിയായിരുന്ന വ്യക്തി, പദവിയിലിരിക്കെ മരണപ്പെട്ട ആദ്യ രാഷ്ട്രപതി എന്നിവ ആരാണ്? ഡോക്ടർ സക്കീർ ഹുസൈൻ. അടുത്തത്, ഇന്ത്യൻ ഭരണഘടനയുടെ മൂന്നാം ഭാഗത്തിൽ പ്രതിപാദിച്ചിരിക്കുന്നത് മൗലിക അവകാശങ്ങൾ. ഏതാണ്? മൗലിക അവകാശങ്ങൾ. ക്ലിയർ ആണോ? മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിനു അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതി ഏത്? എന്താണ് ചോദ്യം? മൗലിക അവകാശങ്ങൾ ഉൾപ്പെടെ ഭരണഘടനയുടെ ഏതു ഭാഗവും ഭേദഗതി ചെയ്യുവാൻ പാർലമെന്റിന് അധികാരമുണ്ടെന്ന് വ്യവസ്ഥ ചെയ്ത ഭേദഗതിയാണ് 24-ാം ഭേദഗതി. ഏതാണ്? 24-ാം ഭേദഗതി. അങ്ങനെയെങ്കിൽ ആദ്യമായിട്ട് ഭേദഗതി ചെയ്തത് ഏത് ഭേദഗതിയാണ്? 1-ാം ഭരണഘടനാ ഭേദഗതി. ഏതായിരുന്നു? 9-ാം പട്ടിക ഭരണഘടനയിൽ എഴുതി ചേർത്തു. 1951 ആദ്യത്തെ ഭേദഗതി. ക്ലിയർ ആണോ? ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദം ഏതാണ്? ഭരണഘടനാ ഭേദഗതിയെക്കുറിച്ച് പ്രതിപാദിക്കുന്ന അനുച്ഛേദമാണ് ആർട്ടിക്കിൾ 368. അടുത്ത ക്വസ്റ്റ്യൻ, സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമ അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതി ഏത്? സ്വത്ത് സമ്പാദിക്കാനും സംരക്ഷിക്കാനുമുള്ള മൗലികാവകാശത്തെ നിയമ അവകാശമാക്കി മാറ്റിയ ഭരണഘടനാ ഭേദഗതിയാണ് 44-ാം ഭേദഗതി. 1978 44-ാം ഭേദഗതി. ക്ലിയർ ആണോ? 1976 42-ാം ഭേദഗതി ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? മിനി കോൺസ്റ്റിറ്റ്യൂഷൻ എന്നറിയപ്പെടുന്നു. അടുത്തത്, പൊതു നിയമങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പ്. നിയമനങ്ങളിൽ അവസര സമത്വം ഉറപ്പു നൽകുന്ന ഭരണഘടനാ വകുപ്പാണ് അനുച്ഛേദം 16. എന്താണ്? അവസര സമത്വം. അല്ലേ? ക്ലിയർ അല്ലേ? ഓക്കെ. അനുച്ഛേദം 14 എന്താണ്? സമത്വം. അല്ലേ? 15 വിവേചനം തടയൽ. 17 തൊട്ടുകൂടായ്മ. ക്ലിയർ ആണോ? അയിത്തം എന്നിവയ്ക്കെതിരെ തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവയെ നിരോധിക്കുന്നതുമായി ബന്ധപ്പെട്ടതാണ് ആർട്ടിക്കിൾ 17. ഓക്കെ. അങ്ങനെ എല്ലാം പറയണോ? ഓക്കെ, ഒന്നുകൂടെ പറയാം. ആർട്ടിക്കിൾ 14 സമത്വം, 15 വിവേചനം തടയൽ, 17 തൊട്ടുകൂടായ്മ, അയിത്ത നിർമ്മാർജ്ജനം എന്നിവയുമായി ബന്ധപ്പെട്ടത്. അനുച്ഛേദം 18 പദവി, നാമങ്ങൾ എന്നിവ നിരോധിക്കൽ. 19 സ്വാതന്ത്ര്യത്തിനുള്ള അവകാശത്തെക്കുറിച്ച് പ്രതിപാദിക്കുന്നു. 20 ഇരട്ട ശിക്ഷയിൽ നിന്ന് മോചനം. 21 വ്യക്തിയുടെയും ജീവനും വ്യക്തി സ്വാതന്ത്ര്യത്തിനുമുള്ള അവകാശം. അതുപോലെ മൗലിക അവകാശങ്ങളുടെ അടിത്തറ എന്നറിയപ്പെടുന്നത് ആർട്ടിക്കിൾ 21. അടിയന്തരാവസ്ഥ കാലത്ത് എടുത്തു കളയാൻ സാധിക്കാത്ത മൗലിക അവകാശങ്ങളാണ് അനുച്ഛേദം 20-ഉം 21-ഉം. ക്ലിയർ ആണോ? ഓക്കെ. അടുത്ത ക്വസ്റ്റ്യൻ, അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏതു വകുപ്പ് പ്രകാരമാണ്? അടിയന്തരാവസ്ഥ കാലത്ത് മൗലിക അവകാശങ്ങൾ നിഷേധിക്കപ്പെടുന്നത് ഏത് വകുപ്പ് പ്രകാരമാണ്? ആർട്ടിക്കിൾ 359. ഓക്കെ. അനുച്ഛേദം 352 മുതൽ 360 വരെ അടങ്ങിയിരിക്കുന്നതാണ് അടിയന്തരാവസ്ഥ സംബന്ധിച്ചുള്ള വിഷയങ്ങളാണ്. അടുത്തത്, ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം ഏത്? ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്ന വർഷം 1993. അടുത്ത ക്വസ്റ്റ്യൻ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആര്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരാണ്? ഗവർണറാണ്. ആരാണ്? ഗവർണർ.
അടുത്ത ക്വസ്റ്റ്യൻ നോക്കൂ. താഴെ പറയുന്നവരിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആര്? കേന്ദ്ര ധനകാര്യ വകുപ്പ് മന്ത്രി, ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികവർഗ കമ്മീഷൻ ചെയർപേഴ്സൺ, ദേശീയ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ. ഇതിലെ എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ലാത്തത് ആരാണ്? ആരാണ്? കേന്ദ്ര നിയമകാര്യ വകുപ്പ് മന്ത്രി മാത്രം എക്സ് ഒഫീഷ്യോ മെമ്പർ അല്ല. ക്ലിയർ ആണോ? അടുത്ത ക്വസ്റ്റ്യൻ. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആര്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാനാണ് മുഖ്യമന്ത്രി. അടുത്ത, ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാര്? ദേശീയ വനിതാ കമ്മീഷനിലെ ആദ്യ പുരുഷ അംഗമാണ് അലോക് റാവത്ത്. ആരാണ്? അലോക് റാവത്ത്. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത്. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് മഞ്ചേശ്വരം. കേരളത്തിലെ വടക്കേ അറ്റത്തുള്ള പഞ്ചായത്ത് മഞ്ചേശ്വരം. ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? ഇന്ത്യയുടെ ആകെ വിസ്തീർണത്തിന്റെ എത്ര ശതമാനമാണ് കേരളം? 1.18%. 1.18%. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശമേത്? കുണ്ടറ. കേരളത്തിൽ കളിമൺ നിക്ഷേപം കൂടുതലുള്ള പ്രദേശമാണ് കുണ്ടറ. മണ്ണിനെ കുറിച്ചുള്ള പഠനം ഏത് പേരിലാണ് അറിയപ്പെടുന്നത്? പെഡോളജി. മണ്ണിനെ കുറിച്ചുള്ള പഠനം പെഡോളജി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനം സൈലന്റ് വാലി. വംശനാശ ഭീഷണി നേരിടുന്ന സിംഹവാലൻ കുരങ്ങുകൾ പ്രധാനമായും കാണപ്പെടുന്ന കേരളത്തിലെ ദേശീയോദ്യാനമാണ് സൈലന്റ് വാലി. തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട കേരള സർക്കാർ നടപ്പിലാക്കുന്നവയാണ്? കൈത്തറി. തനിമ, കൃതിക എന്നീ പദ്ധതികൾ ഏതു മേഖലയുമായി ബന്ധപ്പെട്ട് കേരള സർക്കാർ നടപ്പാക്കുന്ന പദ്ധതിയാണ്? കൈത്തറി. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് എവിടെയാണ്? നീണ്ടകര. ഇൻഡോ നോർവീജിയൻ ഫിഷറീസ് കമ്മ്യൂണിറ്റി പ്രോജക്റ്റ് നീണ്ടകര. KCBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് ബ്രഹ്മപുരം. KCBയുടെ ഏറ്റവും വലിയ ഡീസൽ പവർ പ്ലാന്റ് എവിടെയാണ്? ബ്രഹ്മപുരം. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം ഏതാണ്? നിലമ്പൂർ. കേരളത്തിൽ സ്വർണ്ണ നിക്ഷേപം കൂടുതലുള്ള സ്ഥലം നിലമ്പൂർ. കേരളത്തിലൂടെ കടന്നുപോകുന്ന ദേശീയപാത 183 ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ? ഡിണ്ടിക്കൽ, കൊല്ലം. എന്താണ്? ഡിണ്ടിക്കൽ, കൊല്ലം എന്നിവയെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ദേശീയപാതയാണ് 183. അടുത്ത ക്വസ്റ്റ്യൻ. കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആര്? കേരളത്തിലെ വിവേകാനന്ദൻ എന്നറിയപ്പെടുന്നത് ആഗമാനന്ദ സ്വാമികൾ. ആരാണ്? ആഗമാനന്ദ സ്വാമികൾ. 1114 കഥ എന്ന കൃതി രചിച്ചത് ആരാണ്? 1114 കഥ എന്ന കൃതി രചിച്ചത് അക്കമ്മ ചെറിയാൻ. ആരുടെയാണ് ബുക്ക്? ഈ കൃതി ആരുടെയാണ്? അക്കമ്മ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യത്തെ വനിത? അക്കമ്മ ചെറിയാൻ. തിരുവിതാംകൂർ സ്റ്റേറ്റ് കോൺഗ്രസിന്റെ ആക്ടിംഗ് പ്രസിഡന്റായ ആദ്യ വനിതയാണ് അക്കമ്മ ചെറിയാൻ. 1909 അയ്യങ്കാളി കേരളത്തിൽ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? വെങ്ങാനൂർ. 1909 അയ്യങ്കാളി കേരളത്തിലെ ആദ്യത്തെ കർഷക സമരം സംഘടിപ്പിച്ചത് എവിടെയാണ്? വെങ്ങാനൂർ. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകനാര്? വൈകുണ്ഠസ്വാമികൾ. 1833 ശുചീന്ദ്രം രഥോത്സവത്തിന് അവർണരുമൊത്ത് തേരിന്റെ വടം പിടിച്ച് പ്രതിഷേധിച്ച നവോത്ഥാന നായകനാണ് വൈകുണ്ഠസ്വാമികൾ. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരി. എവിടെ നിന്നുള്ള ബ്രിട്ടീഷ് സൈന്യമാണ് ആറ്റിങ്ങൽ കലാപം അടിച്ചമർത്തിയത്? തലശ്ശേരി. അടുത്ത ക്വസ്റ്റ്യൻ. ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം? ഒന്നാം പഴശ്ശി കലാപം അവസാനിച്ച വർഷം 1797. 1797. അടുത്ത ക്വസ്റ്റ്യൻ. കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപമേത്? കുരുമുളകിന്റെ വ്യാപാര കുത്തക ബ്രിട്ടീഷുകാർ സ്വന്തമാക്കിയതുമായി ബന്ധപ്പെട്ടുണ്ടായ കലാപമേത്? ഏത് കലാപമാണ്? അഞ്ചുതെങ്ങ് കലാപം. ഏതാണ്? അഞ്ചുതെങ്ങ് കലാപം. അടുത്തത്. ഏതു വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഏത് വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല? ഏത് വിപ്ലവമാണ്? പഴശ്ശി വിപ്ലവം അല്ലേ? പഴശ്ശി വിപ്ലവത്തിന് സാക്ഷ്യം വഹിച്ച മലയാണ് പുരളിമല.
ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ച വർഷം. ഉപ്പ് സത്യാഗ്രഹത്തിൽ പങ്കെടുത്തതിനെ തുടർന്ന് AKG അറസ്റ്റ് വരിച്ചത് 1930. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം. മനുഷ്യരിൽ രൂപം കൊള്ളുന്ന സ്ഥിരദന്തങ്ങളുടെ എണ്ണം 32. എത്രയാണ്? 32. മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവം ഏത്? മനുഷ്യ ശരീരത്തിലെ ഏറ്റവും ഭാരം കുറഞ്ഞ അവയവമാണ് ശ്വാസകോശം. മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? മനുഷ്യ ശരീരത്തിൽ രക്തം കട്ടപിടിക്കുന്നതിനാവശ്യമായ വസ്തു നിർമ്മിക്കപ്പെടുന്നത് എവിടെയാണ്? കരളിൽ വെച്ച്. ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗം ഏത്? ശരീരത്തിലെ അനൈച്ഛിക പ്രവർത്തനങ്ങളെ നിയന്ത്രിക്കുന്ന മസ്തിഷ്ക ഭാഗമാണ് മെഡുല ഒബ്ലോങ്കേറ്റ. എന്താണ് ഈ അനൈച്ഛിക പ്രവർത്തനങ്ങൾ? തുമ്മല്, അല്ലേ? അങ്ങനെ നമുക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റാത്ത പ്രവർത്തനങ്ങളാണ് അനൈച്ഛിക പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, മെഡുല ഒബ്ലോങ്കേറ്റയാണ് അത് നിയന്ത്രിക്കുന്നത്. മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗം ഏത്? മദ്യം ബാധിക്കുന്ന തലച്ചോറിൻ്റെ ഭാഗമാണ് സെറിബെല്ലം. ഏതാണ്? സെറിബെല്ലം, അല്ലേ? മദ്യം ബാധിച്ച ബെല്ലും ബ്രേക്കും ഉണ്ടാവില്ല, അല്ലേ? ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പേശികളെക്കുറിച്ചുള്ള പഠനമാണ് മയോളജി. പേശികളെക്കുറിച്ചുള്ള പഠനം ഏതാണ്? മയോളജി. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിൻ ഏത്? പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിനാണ് വിറ്റാമിൻ സി. പാകം ചെയ്താൽ നഷ്ടപ്പെടുന്ന വിറ്റാമിനാണ്. ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് ഏതാണ്? ചുവടെ ചേർത്തിട്ടുള്ളവയിൽ വൈറ്റമിൻ H എന്നറിയപ്പെടുന്നത് ബയോട്ടിൻ. ഏതാണ്? B7, അല്ലേ? B7 ആണ് ബയോട്ടിൻ. അടുത്ത ഒരു കറണ്ട് അഫെയർ ആണ്. സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രി ഏത്? അപ്പോളോ ഹോസ്പിറ്റൽ. സെഹത് എന്ന ടെലിമെഡിസിൻ പദ്ധതിയുമായി സഹകരിച്ച ആദ്യ ആശുപത്രിയാണ് അപ്പോളോ ഹോസ്പിറ്റൽ. അടുത്തത് റേച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയം ഏതാണ്? റേച്ചൽ കഴ്സൺ രചിച്ച സൈലന്റ് സ്പ്രിംഗ് എന്ന ഗ്രന്ഥത്തിലെ പ്രതിപാദ്യ വിഷയമാണ് DDT. ഏതാണ്? DDT. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ആറ്റോമിക കണികകളേവ? ഏതാണ്? ഇലക്ട്രോണുകളാണ്, അല്ലേ? ഇലക്ട്രോണുകൾ. ഒരു മൂലകത്തിന്റെ രാസപ്രവർത്തനത്തിൽ നിർണായക പങ്കുവഹിക്കുന്ന ആറ്റോമിക കണികകളാണ് ഇലക്ട്രോൺ. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്ക്. കലാമിൻ ഏത് ലോഹത്തിന്റെ അയിരാണ്? സിങ്ക്. ഭാവിയിലെ ഇന്ധനം ഹൈഡ്രജൻ. ഭാവിയിലെ ഇന്ധനം എന്നറിയപ്പെടുന്നത് ഹൈഡ്രജൻ. ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തം ഏത്? ബാത്തിങ് സോപ്പ് നിർമ്മാണത്തിന് ഉപയോഗിക്കുന്ന പൊട്ടാസ്യം സംയുക്തമാണ് പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ഏതാണ്? പൊട്ടാസ്യം ഹൈഡ്രോക്സൈഡ്. ലെസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകമേത്? ലെസൻസ് പരീക്ഷണത്തിലൂടെ തിരിച്ചറിയുന്നതിന് സാധിക്കാത്ത മൂലകമേത്? ഏതാണ്? ഓക്സിജനാണ്. ഓക്സിജൻ. അടുത്തത് പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഡാഷ്. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. പ്രവൃത്തി ചെയ്യാനുള്ള കഴിവാണ് ഊർജം. ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം എന്ത്? ചുറ്റുപാടുകളെ അപേക്ഷിച്ച് ഒരു വസ്തുവിനുണ്ടാകുന്ന സ്ഥാനമാറ്റം എന്ന് പറയുന്നത് ചലനമാണ്. ചലനം. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? ദ്രവ്യത്തിന് 7 അവസ്ഥകളാണുള്ളത്. SCERT പാഠഭാഗങ്ങളിൽ തന്നിട്ടുള്ള അങ്ങനെയാണ്. ദ്രവ്യത്തിന് എത്ര അവസ്ഥകളാണുള്ളത്? 7. 1 ന്യൂട്ടൺ ഈക്വൽ ടു ഡാഷ് ഡൈൻ ആണ്. 10⁵. എന്താണ്? 1 ന്യൂട്ടൺ എന്ന് പറഞ്ഞാൽ 10⁵ ഡൈൻ ആണ്. സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? സൗരയൂഥത്തിൽ നിന്ന് പുറത്തായ ഗ്രഹം ഏതാണ്? പ്ലൂട്ടോയാണ്. ഏതാണ്? പ്ലൂട്ടോ. ക്ലിയർ അല്ലേ? ഓക്കെ, ഇനി വരുന്ന അതായത് LGS മെയിൻസിന് നമുക്ക് ഒരുപാട് സമയം കിട്ടും. ഫെബ്രുവരി 7 കഴിഞ്ഞ് യൂണിവേഴ്സിറ്റി LGSൻ്റെ തിരക്ക് കഴിഞ്ഞു. അതിന് ശേഷം നമുക്ക് പ്രീവിയസ് ക്വസ്റ്റ്യൻസ് വിത്ത് അതിൻ്റെ കണക്റ്റഡ് ഫാക്ട്സ് പഠിച്ച് പോവാം. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് കാണാം. താങ്ക്